നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവാൽ വിരചിതമായ സാരാവലിയിലെ 18ാമത്തെ അധ്യായം. ഇവിടെ 18ാമത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഏത് വിഷയമാണ്? പഞ്ചഗ്രഹ യോഗ നിരൂപണമാണ്. 5 ഗ്രഹങ്ങളുടെയും യോഗത്താൽ ഉണ്ടായ വ്യക്തി എപ്രകാരമുള്ള സ്വഭാവ സവിശേഷതകളെ വർത്തിക്കുമെന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ യോഗത്തിൽ ഇവിടെ പ്രധാനമായും 3 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാണ് വർത്തിക്കുന്നത്. ഇവിടെ പാപഗ്രഹങ്ങൾ സൂര്യനും സൂര്യപുത്രനായ ശനിയുമാണ്. ശുഭഗ്രഹങ്ങളായിട്ട് ബുധനും ആചാര്യഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനുമാണ്. ആദ്യം ഞാൻ പ്രസ്തുത ശ്ലോകത്തെ വായിക്കാം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ബഹുശാസ്ത്രജ്ഞാന പടുഹു മിത്രഹിത സമ്മതോ ഗുരുണാം ച ധർമ്മപര കാരുണിക സൂര്യാസിത ശുക്രബുധ ജീവൈഹി. ശുക്രബുധ ജീവൈഹി 3 ശുഭഗ്രഹങ്ങൾ, ശുക്രനും ബുധനും വ്യാഴവും. സൂര്യ അസിതൻ, സൂര്യനും ശനിയും. ഈ പഞ്ചഗ്രഹങ്ങളുടെ യോഗം മൂലമുണ്ടാകുന്ന വ്യക്തി ഇപ്രകാരമായിരിക്കുമെന്ന് ആചാര്യൻ നിരൂപണം ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ബഹുശാസ്ത്രജ്ഞാന പടുഹു ഭവതി സഹ. ധാരാളം ശാസ്ത്രങ്ങളിൽ അറിവും കഴിവുമുള്ള വ്യക്തിയാകുന്നു. നമ്മൾ ബഹുഭാഷാ പണ്ഡിതരൊക്കെ എന്ന് പറയാറുണ്ട്. അപ്രകാരം ധാരാളം അറിവിൻ്റെ ശാസ്ത്രങ്ങളിലും ശാസ്ത്രീയമായ വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തി എന്നർത്ഥം. പിന്നീട് അദ്ദേഹം മിത്രഹിത, തൻ്റെ മിത്രങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഹിതമായത് ചെയ്യുന്ന വ്യക്തിയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും, അവരുടെ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാകുന്നു. പിന്നീട് ഗുരുണാം സമ്മതഃ ച ഭവതി. ഗുരുജനങ്ങൾക്ക് ഇദ്ദേഹത്തിന് സമ്മതമാണ്, ഇഷ്ടമാണ്. അതിനാൽ ഗുരുജനങ്ങളുടെ അനുഗ്രഹവും അദ്ദേഹത്തിന് ലഭിക്കുന്നുവെന്ന് സാരം. വളരെ നല്ലൊരു യോഗമാകുന്നു. പിന്നീട് ധർമ്മപരഹ, ധാർമ്മികമായ വിഷയത്തിൽ അദ്ദേഹം വളരെയധികം സഞ്ചരിക്കുന്നു. ധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ധർമ്മപര. പിന്നീട് കാരുണിക, കരുണാമൂർത്തിയാണ്. കരുണ എന്ന വികാരം വളരെയധികമുണ്ട്. സഹജീവികളോടുള്ള ഒരു കാരുണ്യം പ്രദർശിപ്പിക്കുന്നു മേൽപ്പറഞ്ഞ വ്യക്തി എന്ന് സാരം. നമസ്തേ.